our channel Food and Beauty. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് സാഫ്രോൺ മിൽക്കിന്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അത് എങ്ങനെയുള്ള ആളുകൾക്കാണ് കഴിക്കാൻ പറ്റുക, എന്തൊരു അളവിൽ നമുക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റും, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു സാഫ്രോൺ ആണ്. ഇതിപ്പോൾ നമുക്കിവിടെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാഫ്രോൺ ആണ്, പക്ഷേ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ ഒരു പൂവാണ് സാഫ്രോൺ. അപ്പോൾ അതിൻ്റെ നടുക്ക് വരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പൂവിൻ്റെ അകത്ത് 3 സ്റ്റാൻഡേ ഉണ്ടാവുള്ളൂ. കൾട്ടിവേഷൻ ചെയ്യാനും അത് ശേഖരിക്കാനും ഒക്കെയുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സുഗന്ധവ്യഞ്ജനമാണ് ഈ ഒരു സാഫ്രോൺ എന്ന് പറയുന്നത്, വേൾഡിലെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു 5 ഗ്രാം ഒറിജിനൽ സാഫ്രോണ് 2500 രൂപയാണ് വില വരുന്നത്. പക്ഷെ നമുക്കിതിനെ കുറച്ച് മതി, ഒരു നുള്ളു മതി ആക്ച്വലി. നമുക്ക് എത്ര വർഷം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയ ലേഡീസ് ആണ്, അല്ലെങ്കിൽ ടോഡ്ലേഴ്സ് ആണ്, സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അൾസിമേഴ്സ് ഉള്ളവർക്ക് ഇത് ഒരു മെഡിസിൻ ആയിട്ട് കഴിക്കാം എല്ലാ ദിവസവും കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 ഗ്ലാസ് പാല്, അതേ ഗ്ലാസ് തന്നെ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു 5 മിനിറ്റ്സ് എടുത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോഴേക്കും പാല് തന്നെയാണെങ്കിൽ അത് നമുക്കറിയാം അടിയിലിങ്ങനെ ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്റ്റാൻഡ് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എന്തൊരു സാഫ്രോൺ ചേർക്കാമെന്ന്. ഒരു ദിവസം നമുക്കൊരു 4 സ്റ്റാൻഡ് സാഫ്രോൺ കഴിച്ചാൽ മതി. അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കൂടുതൽ കഴിക്കുകയാണെങ്കിലും ശരീരത്തിന് നല്ലതല്ല കേട്ടോ. അപ്പോൾ 4 സ്റ്റാൻഡ് നമുക്ക് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് പാലിനാണ് 4 സ്റ്റാൻഡ് എന്നുള്ള കണക്ക്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എന്തായാലും ഇത് കൂടുതൽ കൊടുക്കാനേ പാടില്ല കേട്ടോ. ടോഡ്ലേഴ്സിന് നമുക്ക് കൊടുക്കാം, അതുപോലെ പ്രഗ്നന്റ് ലേഡീസിനും എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആളുകൾക്കൊന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ഇങ്ങനെ തിള വരുന്നെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ഒരു യെല്ലോ കളറിലേക്ക് പാല് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒറിജിനൽ സാഫ്രോൺ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് ആ കളർ ചേഞ്ച് വരുള്ളൂ. ഈ ഒരു 5 മിനിറ്റ്സ് കൊണ്ടൊക്കെയാണ് ലൈറ്റായിട്ടെങ്കിലും കളർ ചേഞ്ച് ആയി കാണുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പിഗ്മെൻറ്റേഷൻ വരും, യെല്ലോ കളർ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സാഫ്രോൺ വാങ്ങി കഴിയുമ്പോൾ തന്നെ 1 സ്പൂൺ വെള്ളം എടുത്ത് കുറച്ച് സ്റ്റാൻഡിൽ ഒഴിച്ചു നോക്കുക. പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ വരുന്നതായിട്ട് കാണുവാണ്. ലൈറ്റ് ഒരു നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ കളറിലും അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറിലൊക്കെ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ല ഒരു ചെറിയ ഗോൾഡൻ കളറാണ് വരുന്നത്, അതും കുറേ നേരം എടുത്തിട്ടാണ് വന്നെങ്കിൽ അത് ഒറിജിനൽ സാഫ്രോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 5 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് നല്ല പോലെ തിളയ്ക്കാനായിട്ടങ്ങ് അനുവദിക്കാം. ഇതുപോലെ പൊങ്ങി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കങ്ങ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പാകം ഉണ്ടല്ലോ, ഒരു ചെറിയ ചൂടാവുന്ന സമയം വരെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നല്ലപോലെ അതിൻ്റെ കളറൊക്കെ ഇറങ്ങും കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം. കണ്ടോ, ആ ഒരു സാഫ്രോൺ കിടക്കുന്നതിൻ്റെ ചുറ്റും ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും ഒറിജിനൽ സാഫ്രോണിൻ്റെ വരുന്നത്. അതുപോലെ സാഫ്രോൺ പൊങ്ങി കിടക്കുകയും ചെയ്യും. മറ്റത് എത്ര നമ്മൾ ഇളക്കിയാലും ഒക്കെ അത് എപ്പോഴും താഴ്ന്ന് തന്നെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സാഫ്രോൺ മിൽക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സാഫ്രോണിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കുറേ ആൽക്കലോയിഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, ഓർമ്മശക്തിക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടിട്ട് തന്നെയാണ് അൾസിമേഴ്സ് ഒരു മെഡിസിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രെയിനിലുള്ള സെൽസിൻ്റെ ഡിഗ്രഡേഷൻസ് ഒക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഈ സാഫ്രോൺ കഴിക്കുമ്പോൾ രക്തത്തിൻ്റെ ഒരു ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ നല്ലപോലെ ഗ്ലോ ആവും. ഒരു റെഡിഷ് കളറിലോട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് വരും. രക്തമയൊക്കെ ഉണ്ടാവുക നമ്മൾ പറയുമല്ലോ, ഡേറ്റ് സിറപ്പ് കഴിക്കുമ്പോൾ ഉള്ള പോലെ, അതുപോലെയാണ് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ വെളുക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ ഇത് എല്ലാ ദിവസവും ഒരു കുറഞ്ഞ അളവിൽ
കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് മാത്രമല്ല ഒത്തിരി അധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ കഴിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിലും കൂടിയ അളവിലൊക്കെ കഴിക്കുവാണ്. ഇപ്പോൾ ഒരു 10 സ്ട്രാൻസ് ഒക്കെ എടുത്തിട്ട് കുട്ടി വെളുക്കട്ടെ എന്ന് വിചാരിച്ച് കഴിച്ചാൽ നമ്മുടെ ബോഡി പെയിനൊക്കെ വരാനും അതുപോലെ കൺട്രാക്ഷൻസ് വരാനൊക്കെ കാരണമാവും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ സമയത്തും ഇത് കഴിക്കാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ടൈമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നുള്ള് സാഫ്രോൺ മതി. 1-2 സ്ട്രാൻഡല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ സാഫ്രോൺ മിൽക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 2 സ്ട്രാൻഡൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാമല്ലേ, ഞാനിപ്പോൾ സെർവ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പാലിൻ്റെ അത്രയും തന്നെ വന്നിട്ടുള്ളൂ. ബാക്കി വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ് കൊണ്ട്. ആ ഒരു കളറ് വരുമ്പോഴേക്കും വറ്റിയിട്ടുണ്ടാവും. ലൈറ്റ് ഒരു ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറയിൽ എത്ര കാണുന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ, കളർ ചേഞ്ച്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് അടിപൊളി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.